യേശു പരാജയപ്പെട്ടെന്ന്, മരണം കൊണ്ട് യേശുവിനെ തീർക്കാമെന്ന്. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അല്ലെങ്കിൽ ആ മരണത്തിന് തന്നെ തോൽപ്പിക്കാനായില്ല എന്ന് യേശുവിന്മേലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയെ നമ്മൾ ഓരോരുത്തരോടും വിളിച്ചു പറയുക. അങ്ങനെയെങ്കിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതേ ആത്മാവ് യേശുവിൽ പരിവർത്തിച്ച അതേ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മളും ഒരു നോർമൽ ലൈഫ് നയിക്കുവാനല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മാവിനെ ഒരിക്കൽ പ്രാപിച്ചു, അല്ലെങ്കിൽ ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചു, അല്ലെങ്കിൽ 2 അന്യഭാഷ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാനുള്ള അവിടെ സ്റ്റോപ്പായി പോകുന്ന ലൈഫ് അല്ല. വീണ്ടും നമ്മൾ ജഡത്തിൽ ജീവിക്കാനോ ആ ഒരു ലൈനിൽ പോകാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനുള്ള ആ ഒരു ജീവനം, ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിലോട്ട്, ഒരു മാനുഷികമായി എന്ത് സാധിക്കില്ല എന്ന് തോന്നുന്നുവോ ആത്മാവിനാൽ അത് സാധിപ്പിക്കുന്ന തരത്തിലോട്ടൊരു ലൈഫിലോട്ട് മാറുവാനായിട്ടാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മാനുഷികമായ രീതിയിൽ എന്തെല്ലാം, ഫോർ എക്സാമ്പിൾ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മുമ്പിൽ അസാധ്യങ്ങളുടെ വലിയൊരു നിര വന്ന് നിന്നേക്കാം. പക്ഷെ ഹല്ലേലൂയ, അവിടെ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയെക്കുറിച്ച്, അഭിഷേകത്തെക്കുറിച്ച്, അത്ഭുതങ്ങളെ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ കാര്യസ്ഥന് നിങ്ങളുടെ മേൽ അയക്കുന്നു, ഞാൻ പോയ ശേഷം അവൻ വന്ന് നിങ്ങളെ ഉപദേശിച്ച് നടത്തും. മറ്റാരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. മാനുഷികമായോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മറ്റൊരാളോട് നമ്മൾ ഉപദേശം തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മേലുള്ള പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ട സകലവും ഉപദേശിച്ച് തരുമെന്ന്, നമ്മൾക്ക് വേണ്ട സകലവും പ്രൊവൈഡ് ചെയ്യുമെന്ന്, അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്, അതിശയങ്ങൾ ചെയ്യുമെന്ന് വചനം നമ്മളോട് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം കടന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു ലീഡിങ്ങിനായിട്ട്, ഒരു നടത്തിപ്പിനായിട്ട് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്പം കൂടി കടന്ന് ആ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുവാൻ നമ്മളുടെ ഓരോ നിമിഷവും മറ്റാരും കാണാത്ത നമ്മുടെ ജീവിതത്തിന്റെ ഓരോ യാത്രയും നന്നായി അറിയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായിട്ട്, ആ പരിശുദ്ധാത്മാവ് ഒരു പാർട്ട്ണർഷിപ്പിനായിട്ട് ഒന്ന് പാർട്ട്ണർ ചെയ്ത് ഒരു പാർട്ട്ണറിംഗ് വിത്ത് ഹോളി സ്പിരിറ്റ് ആ ഒരു യാത്രയ്ക്കായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു നോർമൽ ലൈഫ് ആയിരിക്കത്തില്ല. അസാധാരണമായ ഒരു ലൈഫിലോട്ട് നമ്മളെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്തോത്രം, ഇന്നലെ വരെ നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ലൈഫ് എങ്ങനെ ആയിരുന്നു, ആ ഒരു പാർട്ട്ണറിങ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചല്ല, അതിലുപരിയായി ഇന്നു മുതൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവുമായിട്ട് വലിയൊരു ആത്മബന്ധത്തിലോട്ട്, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് അതൊരു നിസ്സാരമായ കാര്യമല്ല. സ്തോത്രം, അതിനെ ഒരു തരത്തിൽ എനിക്ക് വില കുറിച്ച് കാണാനാകത്തില്ല. യേശു കർത്താവിനെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ ഉപയോഗിച്ചുവോ, ഹല്ലേലൂയ, അതുപോലെ തന്നെ അത്ഭുതത്താലും അടയാളത്താൽ വീരപ്രവർത്തിയാലും, സ്തോത്രം, എന്നെയും എൻ്റെ ലൈഫിനെയും ഉപയോഗിക്കുവാൻ ദൈവാത്മാവിന് കഴിയും. പരിശുദ്ധ ആത്മാവിന് കഴിയുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. സ്തോത്രം. ആ വിശ്വാസത്തിൽ നമ്മൾ നിറയുമ്പോഴേ നമുക്ക് ആ ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ, ആ ഒരു വിശ്വാസം നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ, ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അല്ല എങ്കിൽ നമ്മുടെ നോട്ടം എപ്പോഴും താഴോട്ടാ. ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിലോട്ടാ, നമ്മുടെ പ്രശ്നങ്ങളിലോട്ടാ, നമ്മുടെ പ്രയാസങ്ങളിലോട്ടാ നമ്മുടെ നോട്ടം പോകും. അതേസമയം ആത്മാവിൽ നാം ചലിക്കാൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം, നാം തന്നെ അറിയാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ ആരോ നമ്മുടെ മനസ്സിൽ നിന്നുകൊണ്ട് നമ്മളെ ഇടിച്ചു കളയാൻ 100 വിഷയങ്ങളുണ്ടാവും. പക്ഷെ ആത്മാവിൽ നാം ചലിക്കുമ്പോൾ, ഹല്ലേലൂയ, ആരോ നമ്മളെ തട്ടി ഉണർത്തുന്നത് പോലെ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം ഈ ചട ഉടച്ച് എഴുന്നേൽക്കുന്നത് പോലെ ഒരു ഉയർപ്പ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ആത്മാവ് നമ്മോട് നിസ്സാര കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട്, അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഇടപെടലിനായിട്ട് നമ്മളെ തന്നെ സബ്മിസീവ് ആക്കി കൊടുക്കുക, നമ്മളെ തന്നെ ഒന്ന് കീഴടക്കി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാനല്ല, ആത്മാവിനനുസരിക്കുവാൻ എന്നെ ഏൽപ്പിച്ചു തരിക, എൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചു തരിക. ആ ദൈവ പ്രവർത്തികളെ അസാധാരണമായിട്ടൊന്ന് വിശ്വസിക്കുവാൻ, മാനുഷികമായ ജ്ഞാനത്തിലും ബുദ്ധിയിലും ഹല്ലേലൂയ എല്ലാറ്റിലും ഉപരിയായിട്ട് എന്നെ മാറ്റുന്ന, എൻ്റെ പേഴ്സണാലിറ്റിയെ മാറ്റുന്ന, ഹല്ലേലൂയ, എന്നെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യിക്കുന്ന പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ ആ വ്യക്തിക്ക് വേണ്ടി മാസങ്ങളായി നാളുകളായി
പ്രാർത്ഥിച്ചിട്ടും മാറ്റമില്ലാത്ത ചില വിഷയങ്ങൾ, അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അസാധാരണമായ ദൈവപ്രവർത്തികൾ ആ വിഷയത്തിൽ നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ ഉപദേശിച്ചിട്ടും നേരെയാകാത്ത ചില വ്യക്തികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വിഷയങ്ങളുടെ മധ്യമൊക്കെയും ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ അതേക്കുറിച്ച് ഭാരപ്പെടാതെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയ സ്തോത്രം. അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികളെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. പറഞ്ഞു വന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞതായി യോർദാൻ വിട്ടു മടങ്ങി. അതായത് അതിനുശേഷമുള്ള യേശുവിന്റെ ലൈഫ് ജയത്തിന്റെ ജീവിതമാണ്. ഒരിടത്തും കർത്താവ് പരാജയപ്പെട്ടവനായിട്ട് നമ്മൾ കാണുന്നില്ല. സ്തോത്രം. ഹാലലൂയ. സാത്താന്റെ മുൻപിലും തനിക്ക് മുമ്പിൽ സാത്താൻ നിർത്തിയ അല്ലെങ്കിൽ മനുഷ്യരായി വന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളെല്ലാം മധ്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, പിതാവിന്റെ ഇഷ്ടം, മാനുഷിക നിലയിൽ ഒരുപക്ഷെ പരാജയം എന്നൊക്കെയും ലോകവും പലരും വിധി എഴുതുന്ന സാഹചര്യങ്ങളിൽ പിതാവിന് ഇഷ്ടം ചെയ്ത യേശു അത് ജയം തന്നെ, എപ്പോഴും ജയം. ഹല്ലേലൂയ. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒരിക്കലും പരാജയപ്പെടത്തില്ല, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും, ഏറ്റവും ധന്യമായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഹെൽപ്പറായിട്ട്, എൻ്റെ സഹായകനായിട്ട്, എൻ്റെ സോഴ്സ് ഓഫ് പവറായിട്ട് കർത്താവെ ഞാൻ അങ്ങയുടെ ആത്മാവിനെ കാണുന്നു. ആ ആത്മാവിനെ അധികമായി അനുഭവിക്കുവാൻ, ആ ആത്മാവുമായിട്ട് വലിയൊരു പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകുവാൻ ഞാൻ തനിയെ അല്ല. സ്തോത്രം. എൻ്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഹല്ലേലൂയ പലരും എന്നെ മറന്നേക്കാം, അല്ലെങ്കിൽ പലരും എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് പലരും എൻ്റെ കൂടെ ഇല്ലായിരിക്കാം. പക്ഷെ ഞാനൊന്ന് വിശ്വസിക്കുന്നു, കർത്താവേ അങ്ങ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പവർ അങ്ങാണ്. സ്തോത്രം. എൻ്റെ സോഴ്സ് അങ്ങാണ്. എൻ്റെ എല്ലാത്തിൻ്റെ സോഴ്സ് അങ്ങാണ്. സ്തോത്രം. എൻ്റെ ശക്തി അവിടെ നിന്നാണ്. എൻ്റെ ഏറ്റവും അടുത്ത തുണയും അവിടെ നിന്നാണെന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവസന്നിധി മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.